آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون اتقوا الله عباد الله അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം ക്രമീകരിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവർക്ക് അള്ളാഹു അവന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും ശാന്തവും സ്വസ്ഥവും സമാധാനപരവുമായ ജീവിതം നയിക്കാൻ അള്ളാഹു തുണക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദര സഹോദരികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് പടച്ചവന്റെ അനുഗ്രഹങ്ങളായ വെയിലും തണലും ചൂടും തണുപ്പും രാവും പകലും സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും ആണും പെണ്ണും എന്നിങ്ങനെയുള്ള പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് പടച്ചവന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി നമ്മൾ ഓർക്കേണ്ടതുണ്ടെന്നും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും എന്നതൊക്കെ സംബന്ധമായ ചില കാര്യങ്ങളായിരുന്നു. ഇന്നും അതോടനുബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ചൂട് കൂടുമ്പോൾ, അതിന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാകും. ആരാധനാകർമ്മങ്ങൾ സാധാരണ നിർവഹിക്കുന്നത് പോലെ അതേ അളവിൽ, അതേ സമയത്ത്, അതേ സന്ദർഭത്തിൽ കൃത്യമായി നിർവഹിക്കാൻ സാധ്യമാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോ മതത്തിന്റെ ചില ഇളവുകളുണ്ട് അവിടെ. മതം എന്ന് പറയുന്നത് മനുഷ്യനെ അനുഷ്ഠിക്കുവാനാണ്, എളുപ്പമാണ്. ഇന്നദ്ദീന യുസ്റൻ, മതം എന്ന് പറയുന്നത് എളുപ്പമാണ്. വമൻ യുശാഖിദ്ദീന ഇല്ലാ ഗലബഹു, മതത്തെ ആരാണ് പ്രയാസകരമായി തീർക്കാൻ സാധിക്കും മെനക്കെടുന്നത്, മതത്തെ കുടുസാക്കാനും അതിനെ കൂടുതൽ സങ്കീർണമാക്കാനും പ്രയാസപ്പെടുത്താനും ഒക്കെ ആരാണോ ആഗ്രഹിക്കുന്നത് അവർ പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടാവുക. മതം ഒരിക്കലും, ദീൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. കാരണം ദീനിന്റെ കൽപ്പനകൾ വളരെ സരളമാണ്, ലളിതമാണ്. മനുഷ്യർക്കൊന്നും അനുഷ്ഠിക്കുവാൻ, ആചരിക്കാൻ സാധ്യമാകുന്ന വിധത്തിലാണ് മതത്തിന്റെ കൽപ്പനകളുള്ളത്. ഇവിടെയും ചൂട് വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഉണർത്തുകയുണ്ടായി. ഇദസ്തദ്ദൽ ഹർ ഫഅബ്രിദു അനിസ്സലാത്ത്, ചൂട് കൂടുമ്പോ നമസ്കാരത്തെ നിങ്ങൾ തണുപ്പിക്കുകയും, നട്ടുച്ച സമയത്ത് ഇഖാമത്ത് കൊടുക്കാൻ ഒരുങ്ങുമ്പോ സഹാബത്തിനോട്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ,
വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇഖാമത്ത് കൊടുക്കാൻ ഒരുങ്ങുമ്പോ റസൂലിന്റെ കൽപ്പന കുറച്ചുകൂടെ കഴിയട്ടെ, ഒരല്പം ആശ്വാസം കിട്ടുമോ എന്ന് നോക്കുക, ചൂട് ഒരല്പം ക്ഷമിക്കുമോ എന്ന് നോക്കുക, എന്നിട്ട് ഇഖാമത്ത് കൊടുത്താൽ മതി എന്ന്. ഫൈന ശിദ്ദത്തുൽ ഹർ, കാരണം ഈ കാഠിന്യമേറിയ ചൂട് എന്നത്, ചൂടിന്റെ കാഠിന്യം എന്ന് പറയുന്നത് മിൻ ഫൈഹി ജഹന്നം, നരകത്തിലെ ചൂടിന്റെ ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വേറെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാറുക്കും ഹാദിഹി, നിങ്ങൾ കത്തിക്കുന്ന തീയുണ്ടല്ലോ, അല്ലദീ തൂഖിദൂന ജുസുഉൻ വാഹിദുൻ മിൻ 70 ജുസുഅൻ മിൻ ഹർരി ജഹന്നം, നരകത്തിന്റെ ചൂട് അത് 70 വിഭാഗിക്കുമ്പോ അതിൽ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ചൂട് എന്നുള്ളത്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന തീ എന്നുള്ളത്, നിങ്ങൾ കാണുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്ന ചൂട് എന്നുള്ളത്, തീ എന്നുള്ളത് നരകത്തിന്റെ ചൂടിന്റെ 70 ഒരു ഭാഗം മാത്രമാണ്. സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ അത് തന്നെ മതിയല്ലോ, നരകത്തിന്റെ ചൂടിന്റെ ഒരു ഭാഗം മാത്രമാണ് ഭൂമുഖത്ത് അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ളത്, അത് തന്നെ മതിയാകുമല്ലോ. നാളെ പരലോകത്തെത്തിയാലും മനുഷ്യരെ കരിച്ചു കളയാൻ, മനുഷ്യരെ ശിക്ഷിക്കാൻ അത് തന്നെ മതിയാകുമല്ലോ എന്ന് പറയുന്നുണ്ട് സഹാബത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ ഫുദ്ദിലത് ബിതിസ്അത്തിൻ വസിത്തീന ജുസ്അൻ കുല്ലുഹുന്ന മിസ്ലു ഹരിഹാ, നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഭൂമുഖത്തുള്ള ചൂടുണ്ടല്ലോ, ആ ചൂടിന്റെ ശക്തി നമുക്കറിയാം. വെയിലിന്റെ ശക്തി, വലിയ വലിയ ഫാക്ടറികളിൽ ഇരുമ്പുകൾ അയിലാക്കാൻ, ഇരുമ്പുകൾ ഉരുക്കാൻ, ഇരുമ്പുകൾ കൊണ്ട് സാധന സാമഗ്രികൾ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ അവരുണ്ടാക്കുന്ന തീയുടെ ശക്തി എത്രയാണെന്ന് നമുക്കറിയാം, ഊഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. എന്നാൽ ഇവിടെയുള്ള തീ എന്ന് പറയുന്നത് നരകത്തിന്റെ ചൂടിന്റെ 70 ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നരകത്തിന്റെ ചൂട് എത്രയായിരിക്കും എന്ന് ഊഹിക്കാൻ സാധിക്കുമോ സഹോദരങ്ങളെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതത്തിൽ നിങ്ങൾക്ക് ഇളവുകളുണ്ട്, നമസ്കാരത്തിൽ, ആരാധന കർമ്മങ്ങളിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇളവുകളുണ്ട്. ചൂട് ശക്തിയാകുമ്പോ ഒരൽപ്പം ക്ഷമിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുന്നത് കൊണ്ട്, അതിനുശേഷം ജമാഅത്ത് നമസ്കാരങ്ങൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് മതത്തിൽ വിരോധമില്ല. കാരണം ളുഹറിന്റെ സമയം എന്ന് പറയുന്നത് അതുമുതൽ അസ്ർ വരെയുള്ള സമയമാണ്. അതിനിടയ്ക്ക് നമസ്കാരം നിർവഹിച്ചാൽ മതി. ഒരൽപ്പം ചൂടിന് സമാശ്വാസം കിട്ടുന്ന അവസരങ്ങളിലേക്ക്, രംഗങ്ങളിലേക്ക്, സമയത്തിലേക്ക് ഈ നമസ്കാരത്തെ നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നുവരെ മതം പഠിപ്പിച്ച് നമുക്ക് ഇളവുകൾ നൽകി. എന്നാൽ വേറൊരു വിഭാഗം ആളുകളെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. സൂറത്ത് തൗബയിലെ 81, 82 വാക്യങ്ങൾ ഓതി നോക്കുക. എന്താണെന്നറിയാമോ? ചൂടിന്റെ കാരണം പറയുന്നവർ, തീയിന്റെ കാരണം പറയുന്നവർ, തണുപ്പിന്റെ കാരണം പറയുന്നവർ, അതേപോലെ കാലാവസ്ഥകളുടെ വ്യത്യസ്ത കാരണം പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ ദീനിൽ നിന്ന് മാറി നിൽക്കുന്നവർ, പടച്ചവൻ നിർദ്ദേശിച്ച ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാതെ മാറി നിൽക്കുന്നവർ, അള്ളാഹുവിന്റെ രണാങ്കണത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോ അതിൽ നിന്ന് പിന്തി നിൽക്കുന്ന, പിന്നോട്ട് മാറുന്ന കാരണങ്ങൾ പറയുന്ന ആളുകളെ ഖുർആൻ ശക്തിയായി വിമർശിക്കുന്നു. അവർക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. സൂറത്ത് തൗബയിലെ 81, 82 വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ് വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. ഒരു ഭാഗം ആളുകളുണ്ട്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖാദിഹിം, യുദ്ധത്തിൽ നിന്ന് പിന്തി നിൽക്കുന്നവർ, ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് പിന്തി നിൽക്കുന്നവർ ആഘോഷിക്കുകയാണ്, അവർ സന്തോഷിക്കുകയാണ്, അവർ ആഹ്ലാദിക്കുകയാണ്. ബിമഖാദിഹിം, അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട്, അവരുടെ റൂമുകളിൽ ഇരുന്നു കൊണ്ട്
അവരുടേതായ സങ്കേതത്തിൽ അവർ വന്നിരുന്നു കൊണ്ട് അവിടെ സ്വസ്ഥമായി സമാധാനത്തോടുകൂടി അവർ ജീവിച്ചുകൊണ്ട് അവർ കിടന്നുറങ്ങിക്കൊണ്ട് അവർ സന്തോഷിക്കുകയാണ്, അവർ ആഹ്ലാദിക്കുകയാണ്. പടച്ചവന്റെ വിളിയാളം അനുസരിച്ച് അവന്റെ രണാങ്കണത്തിലേക്ക് പോയിട്ടില്ലല്ലോ. ഈ വെയിൽ താണ്ടിക്കിടന്ന്, ഈ മരുഭൂമി താണ്ടിക്കിടന്ന് ബദറിലേക്കും ഉഹുദിലേക്കും ഹന്തത്തിലേക്കും ഹുനൈനിലേക്കുമൊന്നും ഞങ്ങൾ യാത്രയായിട്ടില്ലല്ലോ എന്ന നിലക്ക് ഒരു വിഭാഗം മുനാഫിക്കുകൾ ഇതാ ഇവിടെ മാറി നിൽക്കുന്ന പ്രവാചകരെ നിങ്ങൾ അറിയണം, അവരാരാണെന്നറിയാമോ? ഖിലാഫ് റസൂലില്ല, അല്ലാഹുവിന്റെ പ്രവാചകനോട് എതിർ പ്രവർത്തിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ മാറി നിൽക്കുന്നത്. വകരിഹു, അവർ വെറുക്കുന്നു, അവർ വെറുക്കുന്നു തങ്ങളുടെ സമ്പത്ത് കൊണ്ടും തങ്ങളുടെ ശരീരം കൊണ്ടും ധർമ്മസമരം ചെയ്യാൻ, പടച്ചവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അവർ മടിക്കുന്നു, അവർ വെറുക്കുന്നു. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതിനെ അവർക്ക് വെറുപ്പാണ്. രണാങ്കണത്തിലേക്ക് പോകണം, മരുഭൂമിയിലൂടെ നടന്നു പോകണം, അല്ലെങ്കിൽ വെയിലത്ത് നടന്നു പോകണം, ചൂട് സഹിക്കണം, അതൊക്കെ അവർ വെറുക്കുന്നു. വഖാലു, അവർ കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? ലാ തൻഫിറൂ ഫിൽ ഹർർ, ജനങ്ങളെ നിങ്ങളാരും വെയിലത്തേക്ക് ഇറങ്ങരുത്, നിങ്ങളാരും ചൂടത്തേക്ക് ഇറങ്ങരുത്, അത്രയും വലിയ ചൂടാണ് പുറത്ത്. പടച്ചവന്റെ ധർമ്മസമരത്തിലേക്ക് ആളുകൾ പോകുമ്പോ, പടച്ചവന്റെ മാർഗത്തിലേക്ക് ആളുകൾ ഇറങ്ങുമ്പോ അതിലേക്ക് ഇവർ പോകുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഇറങ്ങരുത് എന്ന് നിർദ്ദേശിക്കുകയാണ്, അതിനുവേണ്ടി പ്രോത്സാഹനം നൽകുകയാണ്. അവർ പറയുന്നു ലാ തൻഫിറൂ ഫിൽ ഹർർ, നിങ്ങൾ ചൂടത്തേക്ക് ഇറങ്ങരുതേ, അവിടെ നിങ്ങൾ ആ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കരുതേ. അവരോട് ഖുർആന്റെ നിർദ്ദേശം, ഖുർആന്റെ കൽപ്പനയിലാ വരുന്നു. പറയുക പ്രവാചകരെ, ഇങ്ങനെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാത്ത, പടച്ചവന്റെ ദീനിനെ അനുവർത്തിക്കാത്ത, അവന്റെ ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളോട് പറഞ്ഞേക്കൂ, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, അവരോട് പറയേണ്ടത് നാറു ജഹന്നം അശദ്ദു ഹർറാ എന്നാണ്. നരകത്തീയാകുന്നു ഏറ്റവും കഠിനമായ ചൂട് എന്നവരോട് പറയണം. നിങ്ങൾ ചൂട് കണ്ടിട്ടില്ല, നിങ്ങൾ കാണാൻ പോകുന്നേയുള്ളൂ. നരകത്തിന്റെ ചൂട് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് ഭൂമുഖത്ത് കാണുന്ന ഏതരത്തിലുള്ള വമ്പിച്ച ഭയാനകമായ ശക്തിയേറിയ ചൂടുകളുണ്ടോ ആ ചൂടുകളെക്കാളൊക്കെ 70 ഇരട്ടി മടങ്ങുള്ള, അതിനേക്കാളൊക്കെ ശക്തിയുള്ള ചൂടാണ് നരകത്തിലുള്ളത് എന്ന് നിങ്ങൾ അറിയണം കേട്ടോ. ലൗകാനു യഫ്ഖഹൂൻ, അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള മൂളയുണ്ടായിരുന്നുവെങ്കിൽ, ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ. എന്താ അവർ ചിന്തിക്കാത്തത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ബുദ്ധിയില്ലേ, ചിന്തിച്ചൂടെ? ഇപ്പൊ അറിയുന്ന ചൂട് നിങ്ങൾ അനുഭവിച്ച് ഇപ്പൊ പള്ളിയിലോട്ട് പോരുമ്പോ കാണുന്ന ചൂടില്ലേ, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അനുഭവിക്കുന്ന ചൂടില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് പണിയെടുക്കുന്ന മനുഷ്യർ അനുഭവിക്കുന്ന ചൂടും പ്രയാസവുമില്ലേ? അവരൊക്കെ നമുക്ക് വേണ്ടി, നാടിന് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, പ്രദേശങ്ങൾക്ക് വേണ്ടിയൊക്കെ പണിയെടുക്കുകയാണ്. നഗരങ്ങൾ ഉണ്ടാക്കാൻ, നാഗരികത വളർത്താൻ, ഫാക്ടറികൾ ഉണ്ടാക്കാൻ, നമുക്ക് ആവശ്യമായ അന്നം തരാൻ, ഭക്ഷണം തരാൻ, അത് ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പണിയെടുക്കുന്ന പണിയാളുകളാണ് ആയുധങ്ങളായിട്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ. ആ മനുഷ്യർ പക്ഷെ വൈകുന്നേരമാകുമ്പോ എല്ലാം മറക്കുന്നു, എല്ലാം പൊറുക്കുന്നു. അത്തരത്തിലുള്ള രാത്രി പടച്ചവൻ സംവിധാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ശാന്തമായി കിടന്നുറങ്ങാനുള്ള, വെയിലിന്റെ ചൂട് മറക്കാനുള്ള, അങ്ങനെ സമാധാനപ്പെടാനുള്ള ഒരു രാത്രി നിങ്ങൾക്ക് പടച്ചവൻ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പടച്ചവന്റെ ഒരു ചോദ്യം, ആ രാത്രി അവസാനിക്കാതിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ പകലൊരിക്കലും അടങ്ങാതിരുന്നുവെങ്കിൽ, ആ പകലൊരിക്കലും അവസാനിക്കാതിരുന്നുവെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും രാത്രിയെ കൊണ്ടുവരാൻ സാധിക്കുമോ? രാത്രി അങ്ങനെ ദീർഘിച്ചു പോയാൽ വെയിൽ കൊണ്ടുവരാൻ, പകല് കൊണ്ടുവരാൻ, വെളിച്ചം കൊണ്ടുവരാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമോ എന്ന് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വചനം കൂടെ ഓതുക, കുറച്ച് ചിരിച്ചോളൂ, അവർ കുറച്ച് ചിരിക്കട്ടെ. അവർ ധാരാളമായി കരയട്ടെ. അവർ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ പ്രതിഫലം എന്ന നിലക്ക് അവർ ഈ
കരയാൻ പോവുകയാണ്. ധാരാളമായി കരയേണ്ടി വരും, കണ്ണുനീർ തൂകേണ്ടി വരും. വിയർപ്പ് കൊണ്ടല്ല, വെയിലിന്റെ ചൂടത്തക്കിയതായതുകൊണ്ട് കണ്ണിൽ നിന്നും വരുന്ന വെള്ളമല്ല. നരകത്തിലെ ശിക്ഷ അനുഭവിച്ചിട്ട് അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി നിലവിളിക്കുന്ന, വാവിട്ട് കരയുന്ന, ഒരു നേരത്തേക്കെങ്കിലും ഈ നരകത്തിൽ നിന്ന് പരസ്പരനെ ഞങ്ങളെ ഒന്ന് മുക്തമാക്കണമേ എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന, ഒരല്പം പോലും ചിരിക്കാൻ കഴിയാത്ത ആ ഒരു കാലം വരാനിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ നിങ്ങളെ കളിയും ചിരിയൊക്കെ ഒന്ന് നിയന്ത്രിച്ചോളോ. ഇവിടെ നിങ്ങൾ കരയേണ്ടവരാണ്. പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ഓർത്തോർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടവരാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന പരമാർത്ഥം ഓർത്തുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ വിനയാന്വിതരായി കരയേണ്ടവരാണ്, കണ്ണുനീർ ഒഴുക്കേണ്ടവരാണ്. പക്ഷെ ചെയ്യുന്നില്ല. എന്നാൽ ഒരു നാൾ വരാനുണ്ട്. ആ നാളിൽ നിങ്ങൾ കരയേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കരച്ചിലുകൾ അടക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ചിരിക്കാനുള്ള സമയം ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പറഞ്ഞു തരുന്നു. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തിനോട്, സഹാബത്തെ അറിയോ ഈ സൂര്യൻ എങ്ങോട്ടാ പോകുന്നത് എന്ന്? സൂര്യൻ അസ്തമിച്ചപ്പോ വൈകുന്നേരങ്ങളിൽ ശാന്തമായ ആ സമയത്ത് ചൂടൊക്കെ അവസാനിച്ച് ആ തണുപ്പിലേക്ക് മന്ദമായ മാരുതനോടുകൂടി തണുപ്പ് ഇങ്ങനെ കടന്നു വരുന്ന ആ നിശയുടെ യാമങ്ങളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ രംഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, കുന്തു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ്. ഞാൻ റസൂലിന്റെ കൂടെ പള്ളിയിൽ ഇരിക്കുകയാണ്. ഹീന ഉറബത്തി ശംസ്, അപ്പോഴതാ സൂര്യൻ അസ്തമിക്കുന്നു. ഫഖാല, റസൂൽ ചോദിച്ചു, യാ അബൂദർ അതദ്രി അയ്ന തദ്ഹബു ശംസ്, ഈ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിനക്കറിയോ? നമുക്കറിയാം എങ്ങോട്ടാ പോകുന്നത്. സൂര്യൻ എങ്ങോട്ടുമല്ല, സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവും പകലും ഉണ്ടാകുന്നതിന് വേണ്ടി സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക്, ഭൂമിയുടെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ വെളിച്ചം പകരാൻ, അവിടെ ഇരുട്ട് നീക്കാൻ, അവിടെ പകലിനെ നൽകാൻ പോവുകയാണ്. ആ മറുഭാഗത്തേക്ക് പോവുകയാണ്. നമുക്ക് ഇരുട്ട് തരാൻ, നമുക്ക് സമാധാനമായി കിടന്നുറങ്ങുവാനുള്ള, ലൈറ്റുകളെല്ലാം ഓഫാക്കി കിടന്നുറങ്ങുവാനുള്ള ശാന്തമായ രാത്രി തരാൻ വേണ്ടി പോവുകയാണ്. പടച്ചവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് വശം സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവൻ പറഞ്ഞ ആ പാതയിലൂടെ, പടച്ചവൻ നിശ്ചയിച്ച അതിന്റെ സഞ്ചാര പദത്തിലൂടെ അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിശ്ചിതമായ അതിനുള്ള നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സഞ്ചാരപാതയിലൂടെയാണ് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം. റസൂലിന്റെ ചോദ്യം, അറിയോ നിങ്ങൾക്ക് എങ്ങോട്ടാ പോകുന്നത്? അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അല്ലാഹു റസൂലുഹു അലം, എനിക്കറിയില്ല, അല്ലാഹുവിനും പ്രവാചകനും അറിയാം, പറഞ്ഞു തരണം പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പോകുന്നത് തന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പോകുന്നു. മടങ്ങി വരാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി അനുവാദം നൽകപ്പെടുന്നു. ആ ഒരുപക്ഷെ സംഭവിച്ചേക്കാം അത് സുജൂദ് ചെയ്യും. സുജൂദ് സ്വീകരിക്കപ്പെടുകയില്ല. അനുവാദം ചോദിക്കും, പക്ഷെ അനുവാദം ചോദിക്കപ്പെടുകയില്ല. ആ സൂര്യനോട് പറയപ്പെടും, നീ മടങ്ങിപ്പോകണം. നീ എവിടെ നിന്നാണ് വന്നത് അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകണം എന്ന് പറയും. അപ്പോഴതാ അത് പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യുന്നതാണ്. വേണമെങ്കിൽ ഓതിക്കോളൂ, എന്ന് ഓതിക്കോളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്താ മനസ്സിലായത്? സൂര്യൻ എങ്ങോട്ടാ പോകണമെന്ന് അറിയോ? ഇല്ല പ്രവാചകരെ. പറഞ്ഞു തന്നാലും അത് പോകുന്നതേ, അത് പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് പടച്ചവനോട് അനുവാദം ചോദിക്കുകയാണ്, ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകട്ടെയോ, എന്റെ ഈ പരിക്രമണം ഞാൻ പൂർത്തിയാക്കട്ടെയോ,
ഞാൻ എന്റെ ഈ ചുറ്റൽ ഞാൻ പൂർത്തിയാക്കട്ടെയോ എന്ന് ചോദിക്കുകയാണ്, റബ്ബിനോട് അനുവാദം ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോ റബ്ബ് അനുവാദം കൊടുക്കുന്നു, വീണ്ടും നീ സഞ്ചരിക്കുക എന്ന്, നിന്റെ കറക്കം നീ പൂർത്തിയാക്കുക എന്ന്, നിന്റെ സഞ്ചാരപഥത്തിലൂടെ നീ സഞ്ചരിച്ചു കൊള്ളുക എന്ന് പറയും. പടച്ചറപ്പ് പറയും. അങ്ങനെ ആ സൂര്യൻ സഞ്ചരിക്കുന്നു. അറിയണം, ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ പടച്ചവൻ പറയും, വേണ്ട, ഇനി നിന്റെ യാത്ര തുടരേണ്ടതില്ല, നീ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവുക എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ സൂര്യൻ ഉദയം ചെയ്യുന്നത് എവിടെ നിന്നാണ്? പടിഞ്ഞാറിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്, കിഴക്ക് നിന്നല്ല. സാധാരണ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് കിഴക്ക് ഭാഗത്ത് സൂര്യനെ കണ്ടുകൊണ്ടാണ്, ആ പ്രകാശം ആസ്വദിച്ചുകൊണ്ടാണ്. എന്നാൽ ഖിയാമത്ത് നാൾ വരാറുണ്ട്. അന്ന് സൂര്യൻ ഉദിക്കുന്ന എവിടെ നിന്നാണെന്നറിയാമോ? അത് പടിഞ്ഞാറെന്ന് ഉദിക്കുകയാണ്. കാരണം പടച്ചറപ്പ് അതിന് സമ്മതം കൊടുത്തിട്ടില്ല. മാത്രമല്ല പയ്യുക്കാറിലഹ, അതിനോട് പറയപ്പെടുന്നു, ഇർജിഇ, മടങ്ങ്, ബേക്കോട്ട് തന്നെ പോയിക്കോ, വന്നിടത്തേക്ക് തന്നെ പോയിക്കോ, തിരിച്ചു കറങ്ങിക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥ വരാറുണ്ട്. പടച്ചവന് സുജൂദ് ചെയ്യുകയാണ്, പടച്ചവന് വേണ്ടി കീഴടങ്ങുകയാണ്. പടച്ചവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ് ഈ ഭൂമുഖത്തുള്ള എന്ത് സംഭവ വികാസങ്ങളും നടക്കുന്നത്, ഏത് പ്രതിഭാസങ്ങളും നടക്കുന്നത്, ഏത് ജീവജാലങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനന്തര, കാണുന്നില്ല നിങ്ങൾ? ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെ പടച്ചവന് സുജൂദ് ചെയ്യുന്നു എന്ന കാര്യം നിങ്ങൾ അറിയുന്നില്ലേ? സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യർ സുജൂദ് ചെയ്യുന്നത് പോലെയാണെന്ന് കരുതേണ്ടതില്ല. മനുഷ്യർക്ക് സുജൂദ് ചെയ്യാൻ ഒരു രൂപമുണ്ട്. മലക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല. ആ മലക്കുകൾ ആദമിന്റെ മുമ്പ് സുജൂദ് ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെ സുജൂദ് ചെയ്തു എന്ന് നമുക്കറിയില്ല. അതേപോലെ പല സുജൂദുകളും ഭൂമുഖത്ത് നടക്കുന്നു. പടച്ചവന് കീഴടങ്ങുന്നു. പടച്ചവന്റെ മുമ്പിൽ പടച്ചവന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവർ വീട് കിടക്കുകയാണ്. നമ്മുടെ നെറ്റിത്തടം, നമ്മുടെ മൂക്ക്, അതടങ്ങിയ നമ്മുടെ മുഖം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നമ്മുടെ കൈകൾ, ആ കൈയിന്റെ ഉള്ളൻ ഭാഗങ്ങൾ, നമ്മുടെ കാല്, നമ്മുടെ കാലിന്റെ മുട്ടുകൾ, നമ്മുടെ കാലിന്റെ വിരലിന്റെ പള്ളഭാഗം, അതൊക്കെ നിലത്ത് വെച്ചുകൊണ്ട് പടച്ചവനെ നിനക്ക് വേണ്ടി ഞാനിതാ വീണ് കിടക്കുന്നു, ഞാനിതാ സാഷ്ടാംഗത്തിലായി എന്റെ അഷ്ടംഗങ്ങളും എന്റെ എട്ടംഗങ്ങളും നിലമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വീണ് കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ ഭൂമുഖത്തുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ ചരാചരങ്ങളും പടച്ചവന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അലം തറ, കാണുന്നില്ലേ? കണ്ടിട്ടുണ്ടോ? അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ്സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെ പടച്ചവന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വശംസു, പ്രത്യേകം എടുത്തു പറയാം, അശംസു, സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ട്. ഭൂമിയേക്കാൾ 10 മടങ്ങ് വലുപ്പമുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹം, അതേപോലെ കോടാനുകോടി ഗ്രഹങ്ങൾ, കത്തിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ എമ്പാടുമുണ്ടവര് എല്ലാം പടച്ചവന് സുജൂദ് ചെയ്യുന്നു. വൽ ഖമർ, സൂര്യന്റെ പ്രകാശം ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് രാവുകളിൽ പ്രകാശം ചെല്ലുന്ന ആ വൽ ഖമറ ദിയാൻ, ചന്ദ്രൻ വെളിച്ചം നൽകുന്നു. ആ ചന്ദ്രനും പടച്ചവന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വന്നുജൂം, വേറെയും ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് സൂര്യനെ കൂടാതെ, അവയൊക്കെ പടച്ചവന് സുജൂദ് ചെയ്യുന്നു. വൽ ജിബാൽ, നിങ്ങൾ കാണുന്ന ഇവിടെയുള്ള തലയെടുപ്പുള്ള പർവ്വതങ്ങളില്ലേ, മലകളില്ലേ, അതൊക്കെ പടച്ചവന് സുജൂദ് ചെയ്യുന്നു. വശജറു, നിങ്ങൾ പുറത്തു കാണുന്ന മരങ്ങളില്ലേ, ആ മരങ്ങളും വദ്ദവാബ്, മൃഗങ്ങളും ഒക്കെ പടച്ചവന് സുജൂദ് ചെയ്യുന്നുണ്ട്, പടച്ചവന് കീഴടങ്ങുന്നുണ്ട്. വകസീറും മിനന്നാസ്, മനുഷ്യരിൽ നിന്ന് കുറച്ചാളുകളും മനുഷ്യരിൽ നിന്ന് ഒരു വിഭാഗവും പടച്ചവന് സുജൂദ് ചെയ്യുന്നുണ്ട്. കണ്ടോ? നേരത്തെ പറഞ്ഞതൊക്കെയാണ്. നേരത്തെ പറഞ്ഞത് മുച്ചൂടുമാണ്, മുഴുവനുമാണ്, ആകമാനവുമാണ്. ആ വർഗം ഒന്നിച്ച്, ആ സംവിധാനം ഒന്നിച്ച് പടച്ചവന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനുഷ്യരെ നിങ്ങളിൽ വളരെ കുറവാണ് പടച്ചവന് കീഴടങ്ങുന്നവർ. പടച്ചവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ദിൽ ഫദ്ലി വൽ വഫാ. പടച്ചവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കൽപ്പിച്ചത് സൂറത്ത് തഹരീമിലെ 6-ാമത്തെ വാക്യമാണ്. അർത്ഥം കേൾപ്പിക്കാം, വിശദീകരണം അടുത്ത ആഴ്ചയിലാകാൻ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഓ രക്ഷപ്പെടുത്തണം. കടലിൽ ഒരാൾ വീണു, പുഴയിൽ ഒരാൾ വീണു, ഒഴുക്കപ്പെട്ടു, പെട്ടെന്ന് ചാടി, ആളെ പിടിച്ചു, രക്ഷപ്പെടുത്തി. ഇതേപോലെ രക്ഷപ്പെടുത്തണം. അംഫുസക്കും, നിങ്ങൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പ്രയാസത്തിൽപ്പെട്ടിരിക്കുന്നു. വഅഹ്ലീക്കും, നിങ്ങളുടെ സ്വന്തക്കാർ, നിങ്ങളുടെ ബന്ധക്കാർ, നിങ്ങളുടെ കുടുംബം, അവരെയും നാരൻ, എവിടുന്നറിയോ, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്ന ഇന്ധനം എന്താണെന്നറിയാമോ? വിറകുകളല്ല, മണ്ണെണ്ണയല്ല, പെട്രോളല്ല. എന്താണെന്നറിയാമോ? അവിടെ കത്തിക്കപ്പെടുന്നത് നിങ്ങൾ കത്തുകയില്ലെന്ന് കരുതുന്ന കല്ലുകളാണ്, പാറക്കല്ലുകളാണ്. പിന്നെ മനുഷ്യരെ വെട്ടി കൊടുക്കുന്നത്, വിറക് വെക്കേണ്ടത് പകരം ആ തീയിലേക്ക് തിരികൊടുക്കുന്നത് മനുഷ്യരെയാണ്. കൂടെ കല്ലുമുണ്ട്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കഠിന ഹൃദയന്മാരായിട്ടുള്ള, പരുക്കന്മാരായിട്ടുള്ള, ചാടിപ്പോകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന മല്ലന്മാരായിട്ടുള്ള മലക്കുകളുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, പടച്ചവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അതിനെതിർ പ്രവർത്തിച്ചിട്ടുണ്ടാവുകയില്ല. അങ്ങനെ എതിർ പ്രവർത്തിക്കാത്ത മലക്കുകളുണ്ട് ഇതിന്റെ കാവൽക്കാരായിട്ട്. വയഫ്അലൂനമായി ഉമറുൻ, അവരോട് എന്താ പറഞ്ഞത് അതങ്ങനെ അക്ഷരം പ്രതി ഒരു ചെറിയ വിട്ടുവീഴ്ചയില്ലാതെ പ്രാവർത്തികമാക്കുന്ന അള്ളാഹുവിന്റെ മാലാഖമാർ പതിയിരിക്കുന്ന നരകം. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ്, കല്ലുകളെയാണ്. അതിനെ തൊട്ട് നിങ്ങൾ കാക്കണേ, നിങ്ങൾ രക്ഷപ്പെടുത്തണേ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എന്ന് അള്ളാഹു പഠിപ്പിക്കുക. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവന്റെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ ഒരുപാട് മരണങ്ങൾ എന്നും ദിനേന എന്നാണ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ മരണപ്പെടുന്നതായി നമ്മൾ കേൾക്കുന്നു. ആകസ്മികമായ മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരൻ കോഴിക്കോട് അലിക്കോയുടെ ഒരു സഹോദരൻ മുഹമ്മദ് കോയ, അവർ ഇന്നലെ സൗദിയിൽ മരണപ്പെട്ടവരും അറിയിക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒത്തുകൊടുക്കുകയും അവരെയും നമ്മയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اجب سراهم واجعل الجنة مأواهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.